ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ റോസിനെ കുറിച്ചുള്ള ഒത്തിരി വീഡിയോകൾ ഇതിനോട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റോസിൻ്റെ കെയറുകൾ, പൂവിടാൻ വേണ്ടി കൊടുക്കേണ്ട വളങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോകളാക്കിയിട്ട് ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോർമലി ഒരു റോസിന് കൊടുക്കുന്ന കെയറിനെ കുറിച്ചും ആ റോസിൻ്റെ പരിചരണങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് റോസ് ട്രീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്തു കൊടുക്കാറുണ്ടെന്നൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സാധാരണ റോസ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം അത് പെസ്റ്റിസൈഡ് അടിച്ചുകൊണ്ട് അതിൻ്റെ കീടങ്ങളെല്ലാം നശിപ്പിച്ച് കളയാറാണ് പതിവ്. നമുക്കൊരു നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെ ഇലകൾക്കടിയിലും അതിൽ എന്തെങ്കിലും ഒരു കീടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും മുൻകരുതലായിട്ട് ഒരു പെസ്റ്റിസൈഡ് നമ്മൾ ഈ ഒരു ചെടിയിലെല്ലാം തളിച്ചിട്ട് അതിലുള്ള കീടങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്നുണ്ട്. കൂടാതെ ഫംഗിസൈഡ് കൂടി അതിന് കൂടുതൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള മറ്റുള്ള ഫംഗസിൻ്റെ സ്പോറുകളൊക്കെ നമുക്ക് നശിപ്പിച്ച് കളഞ്ഞിട്ട് നല്ല ഫ്രഷ് പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്കാണ് ഞാൻ പ്ലാന്റ് കൊണ്ടുവന്നാൽ ട്രീറ്റ് ചെയ്യാറ്. അതിനുശേഷം നമ്മൾ നല്ലൊരു പോട്ട് മിക്സിൽ ആ പ്ലാന്റ് വെച്ച ശേഷം പിന്നെയുള്ള കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് ഹെൽത്ത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ്. നമ്മളൊരു പ്ലാന്റ് നട്ട ശേഷം ഉടൻ തന്നെ അതിൽ പൂവിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറില്ല. ആ ഒരു പ്ലാന്റ് വളർന്ന് അത്യാവശ്യം വലിപ്പം എത്തി ചില്ലകൾക്കെല്ലാം നല്ല ഒരു മെച്യൂറായ ശേഷം മാത്രമേ അതിൽ പൂവിടാൻ വേണ്ടി ഞാൻ വളങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളൂ. അല്ലാതെ മെച്യൂറാവാത്തൊരു പ്ലാന്റിൽ പൂവിടാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ പ്ലാന്റിൻ്റെ ഒരു തണ്ടുകൾ, ചില്ലകളുടെ രൂപവും പിന്നെ ആ ചെടിയുടെ ഒരു ഹെൽത്ത് ടോട്ടലി വളരെ മോശം സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് പാടില്ല. നമ്മൾ വളർത്തുന്ന ചെടി എപ്പോഴും നല്ല രീതിയിൽ ഇത്തിരി പൂക്കളോടുകൂടി ഒരുപാട് കാലം നമുക്ക് നിലനിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാനുള്ള കാര്യം, അതിൽ പൂക്കൾ വരുമ്പം ആ പൂമൊട്ടുകളെല്ലാം താൽക്കാലികമായിട്ട് റിമൂവ് ചെയ്യും. കൂടുതൽ ചില്ലകളും കൂടുതൽ പച്ചപ്പോട് കൂടി ചെടി വളരാൻ വേണ്ടിയിട്ട് അതിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പം നഴ്സറിയിൽ ഒരു പ്ലാന്റ് വളർത്തുകയാണെങ്കിൽ നഴ്സറിക്കാർക്ക് സാധാരണ ചെയ്യേണ്ടത് ആ പ്ലാന്റിൽ പൂക്കളെല്ലാം വരുത്തിച്ചിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് പൂക്കളെല്ലാം കണ്ടുകൊണ്ട് ആ ചെടി സെലക്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അവർ തീർച്ചയായിട്ടും അതിന് വേണ്ട NPK ഒക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ആ പ്ലാന്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന ശേഷം അത് എങ്ങനെ വളരണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാലം ആ ഒരു ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക എന്നാണ്. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറ് അതിലെ പൂമുട്ടുകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കും. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ വളർച്ച കുറവുള്ള ചില്ലകൾ വെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഡെഡ് ഹെഡിങ് എങ്ങാനും ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ പ്ലാന്റ് നന്നായിട്ട് ചെറുതായി പോകും. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്ന പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞ ശേഷം ആ പ്ലാന്റിൻ്റെ വലിപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെയെല്ലാം ചെയ്ത് തണലത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തോളം ആ ഒരു പ്ലാന്റ് തണലത്ത് തന്നെ വെക്കും. പ്ലാന്റിൻ്റെ റീപോർട്ടിങ്ങിൻ്റെ ഷോക്കെല്ലാം മാറി ചെടി ഒന്നും കൂടി ഉഷാറായ ശേഷം അതിനെ പിടിച്ചിട്ട് വെയിലത്തോട്ട് വെക്കും. അപ്പോൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളതിന് കൊടുക്കേണ്ട ഫസ്റ്റ് വളങ്ങൾ കൊടുത്തു തുടങ്ങും. ഫസ്റ്റ് വളങ്ങൾ കൊടുക്കാറുള്ളത് സാധാരണ നമ്മൾ അതിനെ ഒന്ന് ചെടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ട് മിക്സിൽ എപ്സം സാൾട്ട് ചേർത്തിട്ടില്ലെങ്കിൽ എപ്സം സാൾട്ട് കുറച്ച് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ചെടി നന്നായിട്ട് പച്ചപ്പ് ഉണ്ടായിട്ട് വരും. ചില സമയങ്ങളിൽ ഞാൻ പോട്ട് മിക്സിൽ എപ്സം സാൾട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. ആ സമയങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്സം സാൾട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം ചാണകം വെള്ളത്തിൽ കലക്കിയ ശേഷം കുറച്ച് ചാണകം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് ഒരു വെള്ളമൊക്കെ ഒഴിച്ച് നേർപ്പിച്ചിട്ട് അതും ചെടി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ചെടി നന്നായിട്ട് പുതിയ തിളർപ്പുകളും പുതിയ ഇലകളൊക്കെ ഉണ്ടായിട്ട് വരും. കൂടാതെ കുറച്ച് മണ്ണിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയങ്ങളിൽ റൂട്ടൊക്കെ ഒന്നുകൂടി ഡെവലപ്പായി വരാനും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടായി വരാനൊക്കെ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ചാണകത്തിൻ്റെ വെള്ളം തളിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാണകത്തിലൊക്കെ ഒരുപാട് ഫംഗൽ സ്പോറുകൾ ചാൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗസിൻ്റെ സ്പോറുകളെല്ലാം നമ്മുടെ ചെടിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ചെടിയെ ദോഷകരമായിട്ട് ബാധിക്കാനും ചെടിയിൽ ബ്ലാക്ക് സ്പോട്ടുകൾ അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ടുകൾ പ്രത്യക്ഷപ്പെടാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാണകവെള്ളം സ്പ്രേ ചെയ്ത ശേഷം ഞാൻ ചെയ്യാറുള്ളത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഫംഗിസൈഡ് കൂടി അതിന് മുകളിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും. സേഫാണ് ഞാൻ സാധാരണ നോർമലി യൂസ് ചെയ്യാറുള്ളൊരു ഫംഗിസൈഡ്. ഇതുകൂടാതെ തന്നെ കോപ്പർ ഓക്സി ക്ലോറൈഡ്, ബാവിസ്റ്റിന്, അങ്ങനെ ഒരുപാട് ഫംഗിസൈഡുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. നമുക്ക് ഏതാണ് കിട്ടുന്നത് അത് നമുക്ക് റോസിന് യൂസ് ചെയ്യാം. സേഫൊക്കെ നല്ല രീതിയിൽ ഫലം തരുന്നൊരു ഫംഗിസൈഡാണ്. അപ്പോൾ ഞാൻ നോർമലി എപ്പോഴും വാങ്ങിക്കാറുള്ള ഫംഗിസൈഡ് സേഫാണ്. ഒത്തിരി പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫംഗിസൈഡ് കൂടിയാണത്. അപ്പോൾ സേഫ് ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്ക് എടുത്തിട്ട് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും.
പുതിയ ശിഖരങ്ങൾ ഓരോ ഇലഞ്ഞെടുപ്പുകൾക്കിടയിൽ നിന്നും ഉണ്ടായി വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്ന ശിഖരങ്ങളിലെല്ലാം ചെറിയ പൂമുട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള പൂമുട്ടുകളും വീണ്ടും നുള്ളി കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് വീണ്ടും ഒരുപാട് ഹെൽത്തി ആയിട്ട് ചെടിക്ക് വളരാൻ സാധിക്കുള്ളൂ. ചെടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നല്ലൊരു പങ്കും പൂക്കളിലേക്ക് പോകുമ്പം ചെടിയുടെ കായിക വളർച്ച താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ പൂമുട്ടുകളെല്ലാം താൽക്കാലികമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കായിക വളർച്ച കൂടുകയും ചെയ്യും, ചെടിക്ക് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ല, ഒരു ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ആ ചെടി മുരടിച്ചിരിക്കുന്നത്. അത് ഈ ഒരു കാര്യം കൊണ്ടാണ്. എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇങ്ങനെ പൂമുട്ടുകളെല്ലാം നുള്ളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടില്ല, ഒത്തിരി പേര് ഇതുപോലെ ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയായിട്ടും പലരും പറയാറുണ്ട്. ഹെൽത്തി ഇല്ലാതെ ഈർക്കിൾ പോലെ മെലിഞ്ഞിട്ടൊക്കെയാണ് ചെടികളുണ്ടെങ്കിൽ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് പൂമുട്ടുകളൊക്കെ ഇടയ്ക്ക് നുള്ളി കൊടുക്കുക. ചില സമയങ്ങളിൽ പ്ലാന്റുകൾ 6 മാസത്തോളം പൂക്കൾ വരാതൊക്കെ ഞാൻ നിർത്താറുണ്ട്. അപ്പം ആ രീതിയിലൊക്കെ ചെടി മാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചെടി വണ്ണം വെച്ച് വരാനും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഒരുപാട് ബുഷായിട്ട് ചെടി മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള ടൈമാണ് പലപ്പോഴും ചെടിക്ക് കൊടുക്കാറുള്ളത്. ആ സമയത്തിനുള്ളിൽ തന്നെ ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഒരുപാട് ബുഷായിട്ട് നമ്മുടെ ചട്ടിയിൽ വന്ന് നിറയും, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ വന്ന് നിറയും. അപ്പോൾ ഈ സമയങ്ങളിൽ പിന്നെ നമുക്ക് പൂവിടാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം. ബാലൻസ്ഡ് ആയിട്ടുള്ള വളങ്ങളാണ് സാധാരണ ഞാൻ കൊടുക്കാറ് റോസിനൊക്കെ. അപ്പോൾ NPK വളങ്ങൾ നമുക്ക് 18 കൊടുക്കാം. കൂടാതെ തന്നെ നമുക്ക് ഈ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ വേണമെങ്കിൽ അതും കൊടുക്കാം. നമ്മുടെ ഈ പഴത്തൊലിയൊക്കെ ഇട്ട് വെച്ച വെള്ളം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു വളമാണ്. പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ച് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ചെടികളും പൂടും, കൂടുതൽ റോസും പൂടും. അപ്പോൾ റോസിനൊക്കെ ഞാനിത് കൊടുക്കാറുള്ളത് ചെടിക്ക് ഒന്നുകൂടി ഹെൽത്തി ആയി മാറിയ ശേഷമാണ്. ഹെൽത്തി മീൻസ് ചെടി ഒന്നുകൂടി വണ്ണം വെച്ച് നന്നായിട്ട് ബുഷായിട്ട് ഒരുപാട് ചില്ലകളും ശിഖരങ്ങളൊക്കെ വന്ന ശേഷമാണ് ഈ ഒരു വളമൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പം ഒരുപാട് പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിലൊക്കെ 1-2 പൂക്കളൊക്കെ ഉണ്ടായിട്ട് ചെടി ഇങ്ങനെ മുരടിച്ചിരിക്കുക എന്നല്ലാതെ വലിയൊരു കാര്യം ഉണ്ടാവില്ല. ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരുപാട് ചില്ലകൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. പിന്നെ ഇടയ്ക്ക് ഫോളിയ സ്പ്രേ ആയിട്ടും ഈ NPK വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഞാൻ നോർമലി നമ്മുടെ റോസിന് കൊടുക്കുന്ന ഒരു കാര്യം. പിന്നെ എല്ലാ മാസവും ഫംഗിസൈഡും അതുപോലെ പെസ്റ്റിസൈഡും തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഫംഗിസൈഡും പെസ്റ്റിസൈഡും നമ്മൾ ഒരു മാസം വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റോസ് ചെടിയിൽ വലിയ ഡാമേജാണ് ഈ ഫംഗസുകൾ അതുപോലെ തന്നെ കീടങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ റോസ് വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും, റോസിൻ്റെ ഇലകൾ നമ്മൾ പെസ്റ്റിസൈഡ് അടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇലകളെല്ലാം മുരടിച്ചിട്ട് രൂപമാറ്റം വരുന്നത്. അപ്പോൾ അത് നീരൂറ്റി കുടിക്കുന്ന ഓരോ ജീവികൾ വന്നിട്ട് ചെടി ആക്രമിക്കുന്നതാണ്. കൂടാതെ മഞ്ഞളിപ്പ്, ഇലകൾക്ക് നിറമാറ്റം. വേനൽക്കാലങ്ങളിൽ കീടങ്ങളുടെ ശല്യം കൂടുതലാണെങ്കിൽ മഴക്കാലങ്ങളിൽ ഫംഗസ്, രോഗബാധകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റോസിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം കൊടുത്ത് കൊണ്ടടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ റോസെല്ലാം നല്ല രീതിയിൽ വാഴ്ത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് ചില വീഡിയോകൾ കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെടികൾ പൂ പിടിപ്പിക്കാനുള്ള വീഡിയോകളാണ്. പക്ഷെ അവർ അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചെടിയിൽ പൂ പിടിപ്പിക്കുക എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം സംശയമില്ല, ചെടി നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അത്തരത്തിൽ ചെടി നശിപ്പിച്ച് കളയുന്ന പല കാര്യങ്ങളാണ്. ഒരുപാട് അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പൂ പിടിക്കുന്നു പറഞ്ഞിട്ടുള്ള ഒത്തിരി വീഡിയോകൾ ഇപ്പം യൂട്യൂബിൽ അന്യഭാഷകളിലാണെങ്കിലും ശരി മറ്റുള്ള ഭാഷകളിലാണെങ്കിലും ശരി ഒത്തിരി വീഡിയോകൾ വരുന്നുണ്ട്. അപ്പം പലരും അത് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മളൊരു ചെടി, കുഞ്ഞു ചെടി വാങ്ങിച്ചിട്ട് അത് വളർത്തി വലിയൊരു ചെടി ആക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അങ്ങനെ വലിയൊരു ചെടി ആയ ശേഷം നമ്മളിങ്ങനെ പലരും പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടി നശിച്ചു പോകുമ്പോൾ ഒത്തിരി സങ്കടം നമുക്ക് തോന്നും. ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെടി താനെ പൂടും, അതിൻ്റെ മറ്റുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം ചെടിയിൽ തുടങ്ങും. പക്ഷേ ഇങ്ങനെ അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചെടിയിൽ പൂക്കൾ ഉണ്ടാവില്ല. അത് ചെടിയുടെ വളർച്ചയെ വളരെ ദോഷകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. ഇലകളിൽ ക്ലോറോഫിലിന് നാശം വരുത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഒത്തിരി വീഡിയോകൾ ഈ അടുത്തായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരുടെ ഗാർഡനിൽ പൂക്കൾക്കും ചെടികൾക്കും ഈ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ഒരുപാട് അതിലേക്ക് ഡീപ്പായിട്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യുക്തിക്കനുസരിച്ച് നോക്കി കണ്ടും ചെയ്യുക. നമ്മളെ ചെടികളിൽ പരീക്ഷണങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ചെടികൾ ഒത്തിരി വളർന്ന് ഒത്തിരി പൂക്കൾ തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായി ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.